കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ ഗ്യാങ് ഒന്ന് കൂടാനായിട്ട്. അപ്പം എങ്ങനെ നോക്കിയാലും ഒരാൾക്ക് ഒഴിവുണ്ടെങ്കിൽ മറ്റേയാൾക്ക് ഒഴിവുണ്ടാവില്ല. അങ്ങനെ കുറേ ദിവസമായി. ലാസ്റ്റ് ഇപ്പോൾ ദാ ഒരു കല്യാണം വരേണ്ടി വന്നു ഞങ്ങൾക്കൊന്ന് ഒത്തുകൂടാനായിട്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലും ഫുൾ ആൾ കൂടിയിട്ടില്ല കേട്ടോ, കാരണം എല്ലാവരും കൂടെ വരാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ദാ രാവിലെ മുട്ടയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിട്ടോ, അതായത് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ആയിരുന്നു. ഇതിപ്പോൾ ഡെയിലി കഴിക്കുന്നത് ഞങ്ങളുടെ ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ദാ സച്ചു കടയിൽ പോയിട്ട് കുറച്ച് കുടലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കുടൽ കഴിക്കുമ്പോൾ എനിക്ക് പഴയ കാല കാര്യങ്ങളും നൊസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരാറ്. അതായത് നമ്മുടെ ചെറുപ്പത്തിൽ അധികം കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു കുടലിൽ. ഇപ്പോൾ പിന്നെ അങ്ങനെ അധികാരം അങ്ങനെ വാങ്ങി കഴിക്കാറില്ല. നമുക്കങ്ങനെ പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു സംഭവം വാങ്ങിച്ചിട്ട് നമ്മൾ പൊരിച്ചിട്ട് കഴിക്കാറാണ്. അങ്ങനെ ഇതാ ഇന്ന് കുട്ടികൾക്ക് കലക്കി പറഞ്ഞപ്പം എനിക്ക് കുഞ്ഞാക്കാക്ക് ഓട്സാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ അധിക ദിവസങ്ങളിലും രാവിലെ ഓട്സാണ് കേട്ടോ. ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ നമുക്കിതുപോലെ ഒന്ന് ഒരുങ്ങാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഒരുങ്ങി എന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണാം. കൂടുതൽ പുട്ടിയും കാര്യങ്ങളൊന്നും ഇടാതെ ഒരു സൺസ്ക്രീൻ വെച്ച് മാത്രമാണ് കേട്ടോ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറയാം. ലാക്മിയുടെ സൺസ്ക്രീനാണ് ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്. വർഷങ്ങളായിട്ട് ഞാൻ അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാനൊരു കോമ്പാക്ട് പൗഡർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അതാ നമ്മുടെ ഐബ്രോ പാലറ്റ് എടുത്തിട്ട് പുരികം ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇതാ കുഞ്ഞാക്കാൻ്റെ എൻട്രിയാണ് കേട്ടോ. കുഞ്ഞാക്ക ഇങ്ങനെ പോവണം, എന്നെ തട്ടിയിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ, കാരണം മേക്കപ്പും കാര്യങ്ങളാണല്ലോ. അപ്പോൾ പുരികം ജസ്റ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുരികം നല്ല വീതി ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങനെ പുരികം എഴുതി കഴിഞ്ഞാലും അത് നല്ല വീതിയിലാണ് കേട്ടോ കാണിക്കാറുള്ളത്, കാരണം നല്ലപോലെ പുരികം ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മസ്കാര ആണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റാണ് വാങ്ങിക്കുന്നതും ഫസ്റ്റാണ് ഈ ഒരു സംഭവം ഇടുന്നതും. ഇതിന് മുന്നേ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്, അതും ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഏതാ ഷെയ്ഡ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിൽ നമ്പറും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നതും യൂസ് ചെയ്യുന്നതും. ഞാൻ അധികം 25 ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് കുറേ വാരി തേച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഡോട്ട് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ഓവർ കളറായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു ഡാർക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടാറ്. പിന്നെ കമ്മൽ, വള, മോതിരം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ആ മാലയും കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റിലോട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ഉണ്ടേനും. ഈ ഒരു ലോങ് കമ്മൽ എന്ന് പറയുന്നത് ഞാൻ കുറേ ആയി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. അതും ഞാനിപ്പോൾ കുറച്ചായിട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ. അധികം ലോങ്ങിലത് അങ്ങനെ ഇടാറില്ല കേട്ടോ. എനിക്ക് സ്റ്റഡ് ഇടുന്നതാണ് ഇഷ്ടം, കാരണം നമുക്ക് കംഫർട്ട് അതാണ് പണിയെടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ. പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും എനിക്ക് അത്രയ്ക്ക് ലോങ്ങിൽ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ട്രൈ ആക്കി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അഭിപ്രായം പറയാം. അങ്ങനെ മാറ്റി പുറത്തിറങ്ങി വണ്ടി കയറി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ നിന്ന് ഷിഫാനിയും കൂടെ നമുക്ക് കയറ്റാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെയും കൂടിയും കാറിൽ കയറ്റി അങ്ങനെ ഞങ്ങൾ നേരെ പോയി. ഇനി നമുക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ. കണ്ടപ്പോൾ ഭയങ്കര പൊലിവായി, കാരണം ഞങ്ങൾ കുറേ ദിവസമായിട്ടോ നേരിൽ കണ്ടിട്ട്. ഞങ്ങളിങ്ങനെ വിളിക്കും, സംസാരിക്കും, ഗ്രൂപ്പ് കോൾ ചെയ്യുന്നല്ലാതെ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ തന്നെ ഞങ്ങൾ ഒരു ഫാൻസിയിൽ കയറിയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. ഫാലിക്കുട്ടി ഒപ്പം പോന്നിട്ടുണ്ടെങ്കിലും അവന് കാറിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ട് അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവനക്ക് ഇവിടെ എത്തിയപ്പോൾ എന്തോ അവന് കൂടെ വന്നില്ല കേട്ടോ. അവന് തിരിച്ച് കുഞ്ഞാക്കാൻ്റെ കൂടെ പോയി. പിന്നെ സച്ചു, ഞാനും ഷിഫിയും കൂടെ. അങ്ങനെ അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. അപ്പോഴേക്ക് ഇതാ ചിന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഞങ്ങളെ കൂടെ അല്ല കേട്ടോ വന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ജംഗ്ഷനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ ഒരു കസിൻ്റെ കല്യാണം. അവൾ ഞങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങൾ അവളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവൾ എപ്പോൾ കാണുമെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഇതാ ഞങ്ങളെ കണ്ടു. പെട്ടെന്ന് അവൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ, കാരണം പെണ്ണിനെ സ്റ്റേജിലോട്ട് കയറ്റുന്ന ആ ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അവിടുന്ന് എന്തായാലും വരാൻ. അങ്ങനെ ഇതാ നമ്മുടെ പുതിയ പെണ്ണ് സ്റ്റേജിലോട്ട് കയറി പോപ്പറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കാണാനായിട്ട്. അപ്പോൾ അധിക കല്യാണത്തിന് നമ്മൾ നേരത്തെ പോവുകയാണെങ്കിൽ ഈ ഒരു സംഗതിയും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇത് സ്റ്റേജിൽ കയറി കിട്ടണമെങ്കിൽ കുറച്ച് മണിക്കൂറുകളോളം എടുക്കും, കാരണം അവർ ബാക്കിൽ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് മുന്നിലെത്തുമ്പോഴേക്ക് കുറേ ടൈം എടുക്കും, കാരണം അത്രയും ക്യാമറമാനും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് കുറേ ടൈം എടുക്കും. ശേഷം ജെൻഷ വന്ന് ഞങ്ങൾ ഇവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ, കാരണം ഇത് ചിന്നുവാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അവളിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ജെൻഷനെയും അതുപോലെ പൊന്നൂനെയും അവരുടെ ഫാമിലിയെ എല്ലാവരും ചിന്നുവാണ് കേട്ടോ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പുതിയണ്ണിൻ്റെ മൈലാഞ്ചി എന്ന് പറയുന്നത് ഷിഫയാണ് ഇട്ടിട്ടുള്ളത്. അവൾ മെഹന്തി ആർട്ടിസ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക് മൈലാഞ്ചി അതുപോലെ മേക്കപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി. അവരുടെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ മെസ്സേജ് ചെയ്ത് തരുന്നു. കുറേ ദിവസമായിരുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ സംസാരമായിട്ടോ, കാരണം അത്രയും ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ ആയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട്. അങ്ങനെ സ്റ്റേജിലൊക്കെ കയറി ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ സിനൂറ്റും അവളുടെ ഫാമിലി ആൾക്കാരൊക്കെ ആയിട്ട് സ്റ്റേജ് കയറിയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കും. ഈ വീഡിയോസിൽ തന്നെ കുറേ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ ജിൻഷൻ്റെ അമ്മ നൂറുമാനെ നമുക്ക് കിട്ടിയിട്ടില്ല, അതുപോലെ അവളുടെ അനിയത്തിനെയും അങ്ങനെ കുറേ ആളതിൽ കിട്ടാനുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു കിട്ടിയ ടൈമിലെടുത്ത വീഡിയോസാണ്. പിന്നെ നമ്മൾ അവരോട് സംസാരിക്കുന്നതിനിടയിൽ വീഡിയോസിൻ്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ട്, ഓർമ്മയുള്ള ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ കിട്ടുന്നതാണ്. ഞാൻ വീഡിയോസ് എടുക്കുന്നതിനിടയിൽ ഇവിടെ ഭയങ്കര സംസാരമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തതാണ്.
പിന്നെ അവർ ഭയങ്കര പറച്ചില്ല, അത് മൈലാഞ്ചിയും പിന്നെ അതുപോലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷിഫ ഇപ്പം ഈ ഒരു രൂപത്തിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയാണ് ഇവൾ നടക്കാറ്, ആദ്യം ഇങ്ങനെയല്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ തുടത്തിയപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിന്നു പറഞ്ഞു എന്താ ചോറ് കഴിക്കുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തതെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. കാരണം ഫുഡിലോട്ടാണ്ട് വീണിക്കായിരുന്നു, അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിനിടയിൽ ഞാൻ ജിൻഷൻ്റെ കാക്കൂനെ കണ്ടത്. ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. കുറേ ആൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് അറിയുമ്പോൾ. ജിൻഷൻ്റെ ഫാമിലി മൊത്തം, അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും അവളുടെ വീട്ടുകാരാണെങ്കിലും ഒക്കെ നമ്മുടെ ഫാനാണ്. ചോറ് കഴിഞ്ഞ് പിന്നെ അത് അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഐസ്ക്രീം കഴിക്കലാണ്. അപ്പോൾ ഞാൻ 1 അല്ല 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചില കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ റോങ് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 1 കഴിച്ചാൽ മതി, പക്ഷേ 2 ഞാൻ കഴിക്കും. എന്നാലോ എനിക്ക് നല്ലപോലെ തടി കുറയും വേണം, അങ്ങനൊക്കെ ഒരു സ്വഭാവം. അതായത് തീറ്റ കുറക്കാനും പറ്റൂല, വണ്ണം കുറയും വേണം, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്വഭാവം. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. അങ്ങനെ ഞാൻ കുഞ്ഞാക്കാനെ വിളിച്ചു, ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സർപ്രൈസ് ആയിട്ട് കുഞ്ഞാക്കൻ്റെ അടുത്ത് എന്തായാലും ഞാൻ വരുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ അന്തം വിട്ടുട്ടോ, ഞാൻ പറയാതെ എൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി. നമുക്ക് പ്രതീക്ഷിക്കാതെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അവിടെ വീട് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ എന്തൊക്കെ 1-2 കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് പോകുന്നത്. പോയപ്പോൾ ഭയങ്കര സന്തോഷം ഈ റോഡ് കണ്ടപ്പോൾ. കാരണം അത്രയും ഗട്ടർ പിടിച്ച റോഡായിരുന്നു. അതൊക്കെ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലെത്തി കാക്കൂനെയും കൂട്ടിയിട്ട് നേരെ വീടിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സച്ചുവാണ് വണ്ടി ഓടിക്കുന്നത്. അവനെ അങ്ങനെ ഓടിക്കലൊന്നുമില്ല, ജസ്റ്റ് കാക്കൂൻ്റെ കയ്യിലൊന്ന് കൊടുത്തതാണ്. ഇവിടെ അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊന്നും വരാത്തൊരു സ്ഥലമായതുകൊണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോൾ വണ്ടി ഓട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, അവൻ്റെ സൈക്കിൾ ബാലൻസ് വെച്ചിട്ടാണ് കേട്ടോ ഓട്ടുന്നത്. അവനക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വണ്ടി കൊടുക്കില്ല, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ആ ഓട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. കാക്കു കൊടുത്തോണ്ടാണ് ഇവിടുന്ന് അങ്ങനെ നമ്മളങ്ങനെ കൊടുക്കലും വണ്ടി എടുക്കാൻ സമ്മതിക്കലൊന്നുമില്ല കേട്ടോ. കാരണം അവന് വയസ്സായിട്ടില്ല. അവിടെ ചെന്നപ്പോൾ നാത്തൂന് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഹനി. അപ്പോൾ പിന്നെ ജസ്റ്റ് അവിടുന്ന് ഒരു പ്ലാൻ ഇട്ടു, ഓളുടെ അടുത്തേക്ക് പോയാലോ. അങ്ങനെ പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങളിതാ പോയി കുറച്ച് എണ്ണക്കടിയും ബേക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഓളെ വീട്ടിലേക്ക് പോയി. പിന്നെ കുറച്ച് നെസ്റ്റു മിഠായി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കടിച്ചാൽ തട്ടാത്ത മിഠായി, പിന്നെ കടല മിഠായി, മിക്സർ മിഠായി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിതാ നേരെ ഓളെ വീട്ടിലോട്ട് തിരിച്ചു വിട്ടു. പക്ഷെ ഞങ്ങൾ ചെല്ലുന്നത് അവൾക്ക് അറിയില്ല. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് പോരണ്ടായിരുന്നു, കൂടുതൽ ടൈം നിൽക്കാനും ഇതിനൊന്നും ടൈമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയതായിരുന്നു. ഞങ്ങൾ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ടോ കണ്ടപ്പോൾ. എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര, പിന്നെ ഓൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പോയിട്ട്, ഓളെ കണ്ടിട്ടും കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ നേരെ മേമാൻ്റെ വീട്ടിൽ പോയി. അവിടെ അടുത്താണ് കേട്ടോ മേമാൻ്റെ വീട്. അങ്ങനെ അവിടെ പോയി കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾ സംസാരം എന്ന് പറയുന്നത് തിരിച്ചു വരാൻ നമ്മൾ വഴിയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ തീരാത്ത സംസാരം. അത് ഞങ്ങളുടെ ഒരു സ്വഭാവം. പറഞ്ഞു നിന്നാൽ വീഡിയോസ് തീരൂല കേട്ടോ, കുറേ അധികം പറയാനുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ഈ വീഡിയോസിൻ്റെ അഭിപ്രായം, ഇതുപോലുള്ള വീഡിയോസ് ഇനി ഇടണോ എന്നുള്ള അഭിപ്രായം ഒക്കെ കമൻറ്റിൽ ഒന്ന് അറിയിക്കണം. ലോങ് വീഡിയോക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.